അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി കൊത്തി അരിഞ്ഞ് കവറിലാക്കി ചോര കിനിയുന്ന കവറോട് കൂടിയിട്ട് ആ തട്ടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. ക്ഷമിക്കണം, അതുമാത്രം പറയരുത്. ഞാൻ ഈ പാത്രം കഴുകിക്കോളാം, എനിക്ക് ഈ ഇത് തൊടാൻ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ എന്നോട് സഹതാപം തോന്നി. എന്ത് പണിയാണ് മോനെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരോട് ചോദിക്കാതെ എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് അന്ന് ആ തട്ടുകടയിലെ ജോലി അവിടെ വെച്ച് ആ നിമിഷം ഞാൻ അവസാനിപ്പിച്ചു. വീട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അമ്മയുടെ കോലം വരയ്ക്കലും, അച്ഛൻ്റെ നാമജപങ്ങളും കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഭജനകളും, ആ ഇടയിൽ നിന്നും നേരെ മത്സ്യമാംസത്തിൻ്റെ ആ ലോകത്തിലേക്ക് പാത്രം കഴുകാനും. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ ശ്യാം സുന്ദറാണ്, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. പ്രിയമുള്ളവരെ, 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് നിലമ്പൂർ UP സ്കൂളിൽ വെച്ച് എൻ്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ സ്കൂളിൽ നിന്ന് ഓടിപ്പോയൊരു കഥയുണ്ട്. അതിന് കാരണം നിലമ്പൂർ ചെട്ടിയങ്ങാടി UP സ്കൂളായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഞാനൊരു നോട്ട്ബുക്ക് മോഷ്ടിച്ചു എന്ന പേര് എന്നെ കള്ളനാക്കുക എന്ന ഒരു കഥയുണ്ടായി. ആ നോട്ട് ബുക്ക് സത്യത്തിൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. സജി എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ്റെ നോട്ട്ബുക്ക് വേറെ ഏതോ ഒരു കുട്ടി എൻ്റെ ബാഗിൽ വയ്ക്കുകയും അവസാനം എന്നെ മോഷ്ടാവെന്ന് മുദ്ര കുത്തി നേരെ അബൂബക്കർ മാഷ്, അദ്ദേഹമായിരുന്നു അവിടുത്തെ HM, അങ്ങനെ സ്റ്റാഫ് റൂം കൊണ്ടുപോയി, പിന്നെ HMൻ്റെ മുറി കൊണ്ടുപോയി എന്നെ 2-3 അടി അടിച്ചു. അന്ന് അസംബ്ലി ഉണ്ടായിരുന്നു. അസംബ്ലിയിൽ വെച്ചിട്ടും എന്നെ ഒരു കാരണമില്ലാതെ, ജെസ്സി ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ, അപ്പോൾ അങ്ങനെ ഒരു കാരണമില്ലാതെ എന്നെ അടിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ മാഷെ, അതുപോലെ തന്നെ എന്നെ കുറ്റപ്പെടുത്തിയ ആ ഒരു വിദ്യാർത്ഥിയെയും, അസംബ്ലിയുടെ നടക്കുന്ന ആ ഗ്രൗണ്ടിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവിടെ ചെറിയൊരു തിണ്ടാണ്, താഴേക്ക് ഇങ്ങനെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. എന്തായാലും ഞാൻ ആ തിണ്ടിൻ്റെ മുകളിൽ നിന്ന് എന്നെ വീണ്ടും അടിക്കാൻ വേണ്ടി ചൂരലെടുത്ത് പൊന്തിച്ച ആ മാഷയും അതുപോലെ ആ വിദ്യാർത്ഥിയും ഒരേ സമയത്ത് 2 പേരെയും ഞാൻ മറിച്ചിട്ട്, അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് ഞാൻ ജീവനും കൊണ്ട് ഓടി. ആ അധ്യാപകനും, പ്രധാന അധ്യാപകനാണ് എൻ്റെ ബഹുമാനപ്പെട്ട ശ്രീ അബൂബക്കർ മാഷയും, അതുപോലെ തന്നെ അവിടുത്തെ ആ വിദ്യാർത്ഥിയെയും അങ്ങനെ ഞാൻ മുകളിൽ നിന്നും താഴേക്ക് തള്ളിമറിച്ചിട്ട് അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയ ഒരു കഥയുണ്ട്. അതിന് ശേഷം ആ ഒരു അന്ന് വീട്ടിൽ പോലും പറയാതെ, അല്ലെങ്കിൽ എൻ്റെ ബാഗ് പോലും സ്കൂളിൽ നിന്ന് എടുക്കാതെ നേരെ മുക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടുന്ന് നേരെ ചെറുകരയിലേക്ക് കള്ള ട്രെയിൻ കയറി. അവിടെ നിന്നും ബസ് കാശില്ലാതെ കുന്നംകുളത്തേക്കും, കുന്നംകുളത്ത് നിന്ന് നേരെ ഗുരുവായൂരിലേക്കും ഞാൻ എത്തിപ്പെട്ടു. അവിടെയായിരുന്നു എൻ്റെ മറ്റു ബന്ധുമിത്രാദികളൊക്കെയുള്ള ഒരു സ്ഥലം, കൂടുതൽ എൻ്റെ ബന്ധുക്കൾ. നേരെ അവിടെ പോയി, അവിടുന്ന് തന്നെ ആരോടും പറയാതെ അവിടുന്ന് ഒരു തട്ടുകടയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കിഴക്കേ നടയിൽ തട്ടുകട നടത്തിയിരുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ കയറുകയും ആ തട്ടുകടയിലെ പാത്രം കഴുകലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്ത ജോലി. എണ്ണമഴുക്കും അതില്ലെങ്കിൽ മത്സ്യവും മാംസം എല്ലാം ഉള്ള ഒരു തട്ടുകട തന്നെയായിരുന്നു അത്. അവിടുന്ന് ചിക്കൻ്റെയും അതുപോലെ ബീഫിൻ്റെയും വേസ്റ്റുകൾ, അത് എല്ലാവരും എണ്ണമയം എൻ്റെ കൈകളിൽ പുരണ്ടപ്പോൾ എനിക്ക് അറപ്പ് തോന്നി. കാരണം നമ്മുടെ ഇല്ലത്ത് ഈ മത്സ്യമാംസം ഉപയോഗിക്കാത്തത് കാരണം എനിക്കത് വല്ലാത്തൊരു അരോചകമായിട്ട് തോന്നി ആ ഒരു തട്ടുകടയിലെ എൻ്റെ ജോലി. കാരണം അതിൻ്റെ ആ ദുർഗന്ധം, എല്ലാവരും സുഗന്ധം എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദുർഗന്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഭക്ഷണ വേസ്റ്റ് എല്ലാം കൊണ്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി തട്ടുകയും അതിനുശേഷം ഈ കൂമ്പാരമായി കിടക്കുന്ന കുന്നോളം കൂന്നി കിടക്കുന്ന ആ പാത്രങ്ങളെല്ലാം ഓരോന്നോരോന്ന് കഴുകി എടുത്തു മാറ്റുകയും പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ പാത്രം മേടിക്കലും അവർക്ക് വെള്ളം കൊടുക്കലൊക്കെ ആയിരുന്നു ആ റോഡ് സൈഡിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ ജോലി.
അതാണ് എൻ്റെ തട്ടുകടയിലെ ആദ്യത്തെ എൻ്റെ ജോലി വരുന്നത്. പിന്നീട് അവിടെ നിന്ന് തന്നെ ഒരു 8 മാസത്തോളം ആരെയും കൂസാതെ, ആരെയും ശ്രദ്ധിക്കാതെ, ആ ഒരു ബന്ധുക്കളെയും മൈൻഡ് ചെയ്യാതെ ഞാൻ ആ കടയിൽ തന്നെ നിൽക്കുകയും ഒരുപാട് അനുഭവങ്ങൾ ആ ഗുരുവായൂർ കിഴക്കേ നടയിലെ ആ രാത്രിയിലെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് മദ്യപാനികളിൽ അവിടുത്തെ ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കള്ള് കുടിച്ച് കൂത്താടി നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണം വിളമ്പുകയും അവരുടെ പാത്രം എടുക്കുകയും അവരുടെ പാത്രം കഴുകലൊക്കെയായിരുന്നു ഞാൻ ചെയ്ത എൻ്റെ ആദ്യത്തെ നാട് വിട്ടുകൊണ്ടുള്ള എൻ്റെ ജോലി. ഒരിക്കൽ പോലും മത്സ്യം അല്ലെങ്കിൽ മാംസം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. കാരണം ഈ നാട് വിട്ട് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ തട്ടുകളിൽ എത്തുന്നതിന് മുമ്പ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് ഞങ്ങളുടെ ചന്തക്കുന്ന് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിലുള്ള എല്ലാവരും, ആ നാട്ടിലെ എല്ലാവരും ഓമനപ്പേര് വിളിക്കുന്ന പെടക്കോഴി ഹാജിയാർ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ വീട്ടുപണിക്ക്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനും സാധനം മേടിക്കാനും വിറക് പെറുക്കാനും നാളികേരം കൂട്ടാനും അവരുടെ വീടിൻ്റെ പണി നടക്കുന്നിടത്ത് അവർക്ക് ഈ വെള്ളം അടിച്ച് അവിടെ ചുമരൊക്കെ നനയ്ക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പടുപണികൾക്ക് വേണ്ടി വെക്കേഷൻ ടൈമിൽ പോയിരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 4 പേര് ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ട ഒരു കഥയാണ് ആ വീട്ടുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ മത്സ്യവും മാംസവും ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. മുട്ട മാത്രമാണ് വല്ലപ്പോഴും കഴിക്കുക. കാരണം അത് ഭയമാണ്, മരണഭയം ഉള്ള ഒരു കുടുംബമായിരുന്നു ആ ഹാജിയാരുടെ വീട്ടിൽ. അതിനുശേഷമാണ് ഈ മത്സ്യമാംസം അന്നേ കഴിക്കുന്നതിനോട് ഞങ്ങൾ കഴിക്കാൻ പാടില്ല എങ്കിൽ പോലും കഴിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന സമയത്തും എന്നെ വിലക്കിയിരുന്നത് ഇവരുടെ കുടുംബത്തിലെ ആ ഒരു രോഗം തന്നെയായിരുന്നു. കാരണം ക്യാൻസർ വന്നിട്ട് വെപ്രാളപ്പെട്ട് മാനസികമായിട്ട് ശാരീരിക വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുന്ന ഒരു വല്യമ്മ, ഇവരെയൊക്കെ സംരക്ഷിക്കലും അല്ലെങ്കിൽ ഒരു പരിചരിക്കലൊക്കെയായിരുന്നു എൻ്റെ ജോലി. തട്ടുകടയിലുള്ള ആളുകൾ ഓരോരുത്തരും ആ ചിക്കൻ, പകുതി വെന്ത ചിക്കൻ കടിച്ച് വലിച്ച് പറിച്ച് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ കിനിയുന്നപ്പോൾ അതുപോലും അങ്ങോട്ട് ആസ്വദിച്ച് നക്കി കടിക്കുന്ന, കുഴിയായി കുടിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ ആ തട്ടുകടയിൽ നിന്ന് എനിക്ക് ഓക്കാനും വന്ന്, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വന്ന് ഞാൻ എത്രയോ തവണ ഞാൻ ഓടി ഛർദ്ദിക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് തട്ടുകടയിലെ എൻ്റെ ആ ഒരു അനുഭവങ്ങൾ. കാരണം പാതി വെന്ത മാംസം, കാരണം മുകളിൽ മാത്രം വറുത്തെടുക്കുമ്പോൾ മുകളിൽ മാത്രം കറുത്ത്, കാരണം 5-8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മുമ്പത്തെ എണ്ണ, ആ എണ്ണയിലാണ് വീണ്ടും ഇട്ട് മുക്കുമ്പോൾ ആ എണ്ണയുടെ മുകളിലെ കറുപ്പാണ് ഈ മാംസത്തിൻ്റെ മുകളിൽ പരക്കുന്നത്. ഇത് ഒന്ന് വരയുക പോലും ചെയ്യാതെ അങ്ങനെയൊന്ന് പുഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ മുക്കിയെടുക്കുക, എന്നിട്ട് ആ ഒരു ബ്ലഡ് ഓട് കൂടിയിട്ട് കഴിക്കുന്ന, ചിക്കൻ ആസ്വദിച്ച് കഴിക്കുന്ന മദ്യപാനികളെയാണ് ആ ഗുരുവായൂർ ആ തട്ടുകടയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. മറ്റൊരു ജോലിയും വശമില്ലാത്ത ആ ഒരു 6ാം ക്ലാസ്സുകാരനെ ഈ കിട്ടുന്ന വൈകുന്നേരം കിട്ടുന്ന 25 രൂപയായിരുന്നു. 25 രൂപ ആണ് എനിക്കാകെ കിട്ടുന്ന കാശ്. കിടക്കാൻ ചാക്ക് കൂട്ടിയിട്ട ഒരു ഷെഡും, ആ ഷെഡിൽ ചുരുണ്ടുകൂടി ഗുരുവായൂരിലെ പ്രസിദ്ധമായ കൊതു, അവിടുത്തെ ഗുരുവായൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമാണ് കൊതു. അവിടുത്തെ കൊതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ പറയാനുണ്ട്. കാരണം ഹെലികോപ്റ്റർ പോലെയാണ് ആ ഒരു തുമ്പിക്കൊതുകൾ നമുക്ക് ചുറ്റും വട്ടം കറങ്ങി മൂളി കൊണ്ട് പറന്ന് നടന്നു. ആ തട്ടുകടയിൽ മട്ടനും അതുപോലെ തന്നെ ചിക്കനും ബീഫും താറാവും മുയലും എല്ലാം സപ്ലൈ ചെയ്തിരുന്നു. ആ കൊച്ചു കടയിൽ ധാരാളം തിരക്കാണ്. കാരണം എൻ്റെ ജോലി രാത്രി 2:30-3 മണി വരെ എൻ്റെ ജോലി നീളും. 12 മണിയാകുമ്പോഴേക്കും കട അടച്ച് കിടക്കാൻ ഗുരുവായൂർ പോലീസ് ഓർഡർ ഇട്ടിരുന്നു. എന്നാൽ എൻ്റെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 2-3 മണി എന്തായാലും അവിടെ ആവും. കോഴിയുടെ പാർട്സും പോത്തിൻ്റെ അവശിഷ്ടങ്ങൾ, പോത്തിൻ്റെ അറപ്പുളവാക്കുന്ന അതിൻ്റെ നാവും വാലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, കുടലും മാലകളും അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി കൊത്തി അരിഞ്ഞ് കവറിലാക്കി ചോര കിനിയുന്ന കവറോട് കൂടിയിട്ട് ആ തട്ടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നോട് ആദ്യം കഴുകാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞു ക്ഷമിക്കണം, അതുമാത്രം പറയരുത്, ഞാൻ ഈ പാത്രം കഴുകിക്കോളാം, എനിക്ക് ഈ ഇത് തൊടാൻ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ എന്നോട് സഹതാപം തോന്നി. അയാൾ ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് അത് ചെയ്യേണ്ട, ബാക്കി പണികളൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കുട്ടി ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വാത്സല്യമുള്ള സ്നേഹനിധിയായ ഒരു മനുഷ്യനായിരുന്നു സിദ്ധാർത്ഥൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലച്ചേച്ചിയും മോൻ വരുൺ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. എന്തായാലും അവിടുത്തെ ജീവിതം എനിക്ക് വേറെ ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട്, കാരണം വീട്ടിൽ പോലും പറയാതെ എന്നെ തിരഞ്ഞ് എൻ്റെ വീട്ടുകാർ വല്ലാതെ വിഷമിച്ചിരുന്നു. ഗുരുവായൂരിൽ കിഴക്കേ നടയിൽ മഞ്ജുളാലിൻ്റെ അടുത്താണ് രവി എന്ന് പറയുന്ന ഒരു ഏട്ടൻ, എനിക്ക് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. അദ്ദേഹം അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, മനുക്കുട്ടൻ എന്ന് പറഞ്ഞത്. 40-40 വർഷമായി ഇന്നും അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് ആ ഭാഗത്ത്. അദ്ദേഹം യാദൃച്ഛികമായി തട്ടുകടയിൽ എന്നെ കാണുകയും പിന്നീട് വീട്ടിലേക്ക് വിവരം കൊടുക്കുകയും അങ്ങനെ ഞാൻ ഗുരുവായൂരിൽ ഒരു കടയിൽ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ തിരഞ്ഞു വരികയും അച്ഛൻ കണ്ട കാഴ്ച അതിലേറെ വിഷമം സങ്കടമുള്ളതായിരുന്നു. അച്ഛൻ കുറേ സമയമായി നോക്കി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് തല പൊന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരെ കണ്ടത് എൻ്റെ പാവം അച്ഛനെ. അച്ഛനാകെ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞു. എന്ത് പണിയാണ് മോനെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരുടെ ചോദിക്കാതെ എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് അന്ന് ആ തട്ടുകടയിലെ ജോലി അവിടെ വെച്ച് ആ നിമിഷം ഞാൻ അവസാനിപ്പിച്ചു. അച്ഛൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയായി. എൻ്റെ മകൻ ഇതുപോലെ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ആ വീട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അമ്മയുടെ കോലം വരയ്ക്കലും അച്ഛൻ്റെ നാമജപങ്ങളും കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഭജനകളും ആ ഇടയിൽ നിന്നും നേരെ മത്സ്യമാംസത്തിൻ്റെ ആ ലോകത്തിലേക്ക് പാത്രം കഴുകാനും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും എൻ്റെ അച്ഛനെ വല്ലാതെ സങ്കടപ്പെടുത്തി. കാരണം ക്ഷേത്രവും ആ ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിലെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ലോകത്തിലേക്ക് പോയ എന്നെ എൻ്റെ അച്ഛൻ വീണ്ടും കൈപിടിച്ച് തിരിച്ച് എന്നെ വീണ്ടും നിലമ്പൂരിലേക്ക് എന്നെ കൊണ്ടുവന്നു. അവിടുന്ന് അച്ഛൻ TC മേടിച്ച് ഞാൻ പോകാതെ തന്നെ, ഞാൻ വരില്ല, എത്ര പറഞ്ഞിട്ടും ഞാൻ ചാടി പിടിച്ചു, ഞാൻ വരില്ല, എന്നെ അവിടുത്തെ അധ്യാപകരെ എന്നെ അടിക്കും, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ TC മേടിച്ച് നേരെ മാനവേദൻ ഹൈസ്കൂളിലേക്ക് എന്നെ അവിടെ ചേർത്തി. പഠന സമയത്തും ശനി ഞായർ ദിവസങ്ങളിൽ ഹോട്ടൽ താഷ്കൻഡ് ചന്തക്കുന്ന്, താഴെ ചന്തക്കുന്നിലുള്ള ഹോട്ടൽ താഷ്കൻഡിലും നിലമ്പൂർ കവിത ഹോട്ടലും അതുപോലെ തന്നെ പുഷ്പ ഹോട്ടൽ, കൂടാതെ ദേവി വിലാസ്, കൃഷ്ണവിലാസ്, ചന്തക്കുന്ന് MR റാറ്റ്, ഇങ്ങനെയുള്ള ഒട്ടനവധി ഹോട്ടൽ ജോലി, ഹോട്ടലിൽ താൽക്കാലികമായൊരു ജീവനക്കാരനായി ഞാൻ പിന്നീട് മാറി. ഒരിക്കൽ പോലും എൻ്റെ ജോലിക്കും എൻ്റെ ആ ഒരു ബ്രാഹ്മണ ജീവിതത്തിനും എൻ്റെ ജോലി ഒരിക്കലും തടസ്സമായിട്ടില്ല. കാരണം ഓരോ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. ഞാൻ തട്ടുകടയിലും ഹോട്ടൽ പണിക്കും പോയി കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ, എൻ്റെ പഠനോപകരണങ്ങളും മറ്റും മേടിക്കാനും എൻ്റെ കുടുംബം നോക്കാനും ഞാൻ ആ കുട്ടിക്കാലത്ത് തന്നെ ശ്രമിച്ചിരുന്നത്. ഇന്നത്തെ KVR നിലമ്പൂർ ജ്യോതിപ്പടി KVRൻ്റെ നേരെ മുമ്പിൽ പണ്ട് ഹോട്ടൽ രശ്മി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അത് വാടകയ്ക്ക് എടുത്ത് നടത്തിയിരുന്ന ഉയരം കുറഞ്ഞ ഒരു വൈകല്യമുള്ള ഒരു കാക്കയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കൂടെ ആ ഹോട്ടലിലും ഞാൻ ഒരു 2 മാസക്കാലം ജോലി ചെയ്തിട്ടുണ്ട്. അതും പാചകപ്പുരയിൽ കൂട്ടാൻ കഷ്ണം അരിഞ്ഞു കൊടുക്കുക, ഈ പറഞ്ഞ പോലെ പാത്രം കഴുകുക, മേശ തുടയ്ക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ. കാരണം അന്നത്തെ വീട്ടിലെ അവസ്ഥ അത്രയ്ക്കും വിഷമമായിരുന്നു. ഇല്ലത്തെ കാര്യം വളരെ കഷ്ടമായതുകൊണ്ട്, ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് ഈ ജോലി എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയൊരു ആശ്വാസമായിരുന്നു. അന്ന് 10ാം ക്ലാസ് വരെ വീണ്ടും പല പല ഹോട്ടലുകളിൽ, ഇന്ത്യൻ ഹോട്ടൽ, ഫ്രണ്ട്സ് ഹോട്ടൽ, യൂണിയൻ ഹോട്ടൽ, ഇന്നത്തെ ഹോട്ടൽ നിലമ്പൂരിലെ അന്നും ഇന്നും
പറഞ്ഞറിയിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ. അന്നും ഇന്നും എന്നും യൂണിയൻ ഹോട്ടലാണ് എല്ലാ അർത്ഥത്തിലും ഇന്നും നിലമ്പൂരിലെ ഏറ്റവും നല്ല ഹോട്ടൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അവരുടെ പെരുമാറ്റം, അവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി എല്ലാം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നിലമ്പൂരിലെ യൂണിയൻ ഹോട്ടൽ. എത്ര ഹോട്ടലുകൾ, എത്ര ഹോട്ടൽ ശൃംഖല അല്ലെങ്കിൽ വ്യാപാരം ഇവിടെ വന്നാലും ഈ ഒരു യൂണിയൻ ഹോട്ടലിനെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഹോട്ടൽ തൊഴിലാളി എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അനുഭവം. വീട്ടിൽ ചായപ്പൊടിയും പഞ്ചസാരയും അന്നത്തെ കാലത്ത് വളരെ കഷ്ടമായതുകൊണ്ട്, ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും പറയുമായിരുന്നു, ചായ കുടിച്ചാൽ അസുഖങ്ങൾ വരും, അതുകൊണ്ട് മക്കൾ കുടിക്കണ്ട. അങ്ങനെ ഞങ്ങൾക്ക് വെള്ളച്ചായയാണ് തരിക. ആ വെള്ളച്ചായ ചെറുപ്പകാലത്തിൽ കുടിച്ചിരുന്ന വെള്ളച്ചായയാണ് ഇന്ന് ഈ 40ാമത്തെ വയസ്സിലും ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അമിതമായ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയായതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. വീട്ടിലെ വെറും കഞ്ഞിയും ഒരിത്തിരി പയറുപ്പേരിയും ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഹോട്ടൽ ഭക്ഷണം വളരെ കേടാണ്. കാരണം ചില ഹോട്ടലുകൾ മാത്രമേ നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അമിതമായ ലാഭത്തിന് വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി അവർ അജിനോമോട്ട അടക്കമുള്ള മാരകമായ രോഗങ്ങൾക്കിടവരുന്ന വിഷാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾക്ക് വിളമ്പുന്നത്. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വൃത്തിയില്ലാത്ത, വൃത്തിരഹിതമായ അവരുടെ ഭക്ഷണം കൂടിയാവുമ്പോൾ പറയും വേണ്ട. എല്ലാവരുമല്ല, ചിലർ. അതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണം, പ്രത്യേകിച്ച് മാംസാഹാരം പരമാവധി വർജിക്കൂ. ഈ പുണ്യ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ച്. കാരണം മാംസാഹാരം ശരിയായ രീതിയിൽ വേവിക്കുന്നില്ല. അതിലൂടെ മാരകമായ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ മരുന്ന് കുത്തിവെച്ചുള്ള ചിക്കനും ബീഫ് അടക്കമുള്ള ആ ഭക്ഷണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ മാംസാഹാരത്തിൽ നിന്ന് നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും എല്ലാം മാരകമായ രോഗങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മാംസാഹാരവും മത്സ്യവും വർജിച്ചാൽ തന്നെ കുടുംബത്തിൽ ആർക്കും രോഗങ്ങളില്ലാതെ ആശുപത്രിയിൽ ക്യൂ നിൽക്കാതിരിക്കാൻ നമ്മൾക്ക് സാധിക്കും. കഴിയുന്നതും വീട്ടിലുണ്ടാക്കുന്ന ഇലക്കറികൾ, പച്ചക്കറികൾ ഇത് ശീലമാക്കുക. കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ലേ? അദ്ദേഹം പറയുന്നത് എന്താണ്? പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ. നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടു, ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തു. ആ പഞ്ചസാരയുടെ അളവാണ് കുറച്ചില്ലെങ്കിൽ പിന്നെ ഈ മാംസാഹാരവും അതുപോലെ തന്നെ ഈ വെളുത്ത നിറത്തിലുള്ള സംഭവങ്ങളെല്ലാം, പാലാവട്ടെ ഉപ്പാവട്ടെ, ഇതെല്ലാം മാരകമായ വിഷമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ലിറ്റർ കണക്കിന്, ടാങ്കർ കണക്കിന് പാല് വരുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ. നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഒരു കറവയുള്ള പശുക്കളെ നിന്ന്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മളൊരു ഇത്തിരി പാല് മേടിച്ചൊരു ഉച്ച വരെ വെറുതെ വെച്ചാൽ അത് കേടുവരുന്നു. എന്നാൽ ടാങ്കർ കണക്കിന് പാല് കേരളത്തിലേക്ക് ഒഴുകുകയാണ്. നല്ല സർക്കാർ അംഗീകാരത്തോടുള്ള പേരൊക്കെ നിർദ്ദേശിച്ച്. ഇതിൽ അടങ്ങിയിട്ടുള്ള വിഷാംശത്തിൻ്റെ അളവ് എല്ലാവർക്കും അറിയാം. അറിഞ്ഞിട്ടും അവർ ആ ഒരു വകുപ്പിനെ നശിപ്പിക്കാതിരിക്കാൻ, ആ ഒരു വകുപ്പിന് ഇല്ലാതാവണ്ട എന്ന് കരുതി സഹിക്കുകയാണ്. അതിൽ ആ പാലിൽ ചേർക്കുന്ന മാരകമായ വിഷം, അതാണ് നമ്മൾ പാക്കറ്റിലൂടെ നമ്മൾ ഇന്നും കുടിച്ചു തീർക്കുന്നത്, നമ്മളും നമ്മുടെ മക്കളും. പാൽ എപ്പോഴും നാടൻ പശുവിൻ്റെ, നമുക്ക് ചുറ്റുമുള്ള സാധാരണ വെണ്ടർ പാല്
കഴിയുന്നതും മേടിക്കുക. പാക്കറ്റ് പാല് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കൂ. ചിക്കനും ബീഫും മട്ടനും അല്ലെങ്കിൽ മത്സ്യവും കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ആകെ എന്തായാലും നാളെ 2 ദിവസമേ ജീവിക്കുള്ളൂ, അത് അന്തസ്സായിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചിട്ട് മരിക്കാം എന്ന് കരുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിന് സമാനമായി നല്ല നല്ല മഷ്റൂം മസാലയും അതുപോലെ തന്നെ പനീർ കൊണ്ടാട്ടവും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയൻ അടക്കമുള്ള നല്ല ടേസ്റ്റുള്ള ഈ മത്സ്യത്തെ പോലെ അല്ലെങ്കിൽ മാംസാഹാരം പോലെയുള്ള രുചിയുള്ള മസാലക്കൂട്ടുള്ള നല്ല ഭക്ഷണം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പാകം ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മൾക്കും രോഗികളാവാതെ സന്തോഷമായിട്ട് സകുടുംബം ദീർഘായുസോടുകൂടിയിട്ട് ജീവിക്കാം. തട്ടുകടയിലെ ജോലി എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. കാരണം അത് അധ്വാനിച്ചിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ്. പ്ലേറ്റ് കഴുകിയിട്ടോ മേശ തുളച്ചിട്ടോ സപ്ലൈ ചെയ്തിട്ടോ എന്തു തന്നെ ആയിക്കോട്ടെ. കാരണം നിലമ്പൂർ സ്നേഹാലയത്തിലെ കുട്ടികൾ, ഈ കുട്ടികളിൽ ഒരു കുട്ടി എൻജിനീയറായി മാറി. ഈ എൻജിനീയറായുന്നതിന് മുമ്പേ ഇതേപോലെ ഞാൻ വന്ന വഴി അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പഠിത്തത്തിൻ്റെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് തട്ടുകടയിലൊക്കെ ജോലി ചെയ്യുന്നത് ഒരു തെറ്റുമില്ല. നമ്മൾ അന്തസ്സായുള്ള ജോലി തന്നെയാണ്. അങ്ങനെ നന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ നദീം എന്ന് പറയുന്ന കുട്ടിയെ ചന്തക്കുന്ന് തട്ടുകടയിലാക്കി കൊടുത്തു ഞാൻ. അവന് എന്നും പഠനം കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ അവൻ ജോലിക്ക് പോകും. അതിന് കിട്ടുന്ന 300 രൂപ 500 രൂപ ആരെയും ആശ്രയിക്കാതെ അവൻ്റെ പഠനോപകരണങ്ങൾക്കും അവൻ്റെ ചെലവുകൾക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനും അവന് തന്നെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ വന്ന വഴി മറക്കാതെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ന് ആ കുട്ടി സ്നേഹാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നന്ദു എന്ന കുട്ടി. സ്നേഹാലയത്തിൻ്റെ അഭിമാനവുമാണ് ഇയാൾ. ഇനി മറ്റൊരു കുട്ടിയുണ്ട്, MBAക്ക് പഠിക്കുന്നൊരു കുട്ടി. ആ കുട്ടിയും ഇന്ന് ബാംഗ്ലൂരാണ്. അത്യാവശ്യം വേണ്ട പഠനോപകരണം മറ്റു പഠന സഹായങ്ങളും ഫീസും എല്ലാം സ്നേഹാലയം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അയാൾക്കും അവിടെ ഒരു ചെറിയ ഒരു വരുമാന മാർഗമുള്ള ജോലി അവിടെയും ബാംഗ്ലൂരും എൻ്റെ സുഹൃത്തുക്കൾ മുഖാന്തരം ചെയ്തു കൊടുത്തു. ഇന്ന് ആ കുട്ടിയും ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. ഇതുപോലെ പഠനത്തിൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നത് അഭിമാനമായിട്ട് എല്ലാവരും കാണുക. കാരണം തട്ടുകടയിലെ എൻ്റെ കുറച്ചു കാലത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം അല്ലെങ്കിൽ ആകെ തുക ഇതാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്നേഹനിധികൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് കമൻ്റാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു. നമസ്തേ.